ഇറാനുമായി സഹകരിക്കാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം പുലർത്തുകയും അവരുടെ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തതിന് ശേഷം മേഖല അശാന്തമായിട്ടാണ് തുടരുന്നത്. മാനസികമായ രീതിയിൽ യിൽ നിന്ന് ഒരു അകൽച്ച അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ എല്ലാ കാലത്തും അമേരിക്കയെ വിശ്വസിച്ചതാണ് ഇന്നത്തെ അവസ്ഥയിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇത്രയേറെ പ്രഹരമേൽക്കാനുള്ള കാരണം എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളോട് മമത കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ താല്പര്യം കാണിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു. സൗദിക്ക് നേരെ നിരന്തരം എന്ന തരത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് കൃത്യമാണ്. തങ്ങൾക്ക് ശത്രുതാ മനോഭാവം അറേബ്യൻ രാജ്യങ്ങളോട് ഇല്ല എന്നുള്ള ഏതാനും ദിവസത്തിൻ്റെ ഇടയിലുള്ള ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ്റെ അഭിപ്രായത്തെയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ആന്തരികമായ രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ അറേബ്യൻ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും സ്വീകാര്യമായിരിക്കുന്ന കാര്യമാണ്, സ്വാഗതാർഹമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്തോനേഷ്യ അഭിപ്രായപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് ഹോർമുസ് കടലിടുക്കും അമേരിക്കയുടെ ഏകാധിപത്യ സംവിധാനവും മാറിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവസാനിക്കണം. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിരിക്കുന്ന വിശ്വാസാടിസ്ഥാനത്തിലും ജീവിതചര്യ അടിസ്ഥാനത്തിലും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിൽ അമേരിക്ക ഇടപെടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന അഭിപ്രായത്തിലേക്ക് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ യുടെ നിലപാട് യുടെ വ്യക്തിപരമായിരിക്കുന്ന നിലപാട് മാത്രമാണ്, അതിന് അറേബ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ സമീപനം. ഇറാനുമായിട്ട് ഒത്തുകൂടിയാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയപരമായും പ്രതിരോധ രംഗത്തും സായുധ രംഗത്തും എല്ലാം സൗദി അറേബ്യ കാണുന്നുണ്ട്. അഥവാ ആണവായുധ രാജ്യമാവുക എന്നുള്ളത് സൗദി അറേബ്യയുടെ എല്ലാ കാലത്തെയും ആഗ്രഹമാണ്. പല ഘട്ടങ്ങളിലും അതിനെ ഉടക്ക് വെച്ചത് അമേരിക്ക തന്നെയാണ്. ഒരു തരത്തിലും അതിന് അനുവദിക്കില്ല എന്നുള്ളതും സൗദി അറേബ്യയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സൗദി അറേബ്യ അമേരിക്ക ഇവിടെ ഉണ്ടല്ലോ, അവരല്ലേ നോക്കേണ്ടത്, നിങ്ങൾ എന്തിനു വെപ്രാളപ്പെടുന്നു എന്ന രീതിയിലുള്ള മറുപടിയാണ് ജോർജ് ബുഷിൻ്റെയും ബൈഡൻ്റെയും ട്രംപിൻ്റെയും കാലഘട്ടത്തിൽ നിന്നെല്ലാം സൗദി അറേബ്യ അനുഭവിച്ചത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധ രാജ്യമാവാനും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അടുക്കാനും റഷ്യയുടെയും ചൈനയുടെയും ബന്ധങ്ങൾ വലിയ രീതിയിൽ അവർക്ക് ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ശക്തമായിരിക്കുന്ന അമേരിക്കയുടെ പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ട് വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാകാൻ വേണ്ടി ഇറാന് സാധിച്ചത് ഈ രാജ്യങ്ങളുടെയൊക്കെ വലിയ പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ട് അമേരിക്ക എല്ലാ കാലത്തും ആശ്രയിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ് എന്നുള്ള ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ നിലപാടിനെ ശരിവെക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ. അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദി അറേബ്യയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് മമതയോടും സഹകരണത്തോടും കൂടി പോവുക. ഏറെക്കുറെ യുദ്ധവിരാമം ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നോട് തുടർ ചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം വലിയ എതിർപ്പ് രാജ്യത്തിൻ്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര തലത്തിലും ഭൂഖണ്ഡാടിസ്ഥാനത്തിലും രാഷ്ട്രതലവന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം ട്രംപിനെ പൈചാരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമല്ല, ഇറാൻ്റെ പിന്നിൽ കൃത്യമായ രീതിയിൽ റഷ്യയും ചൈനയും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു മൂന്നാം ലോക യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ആവലാതിയുമില്ല. അവർ യുദ്ധത്തിന് ഇനിയും തയ്യാറാണ്. സമാധാനവുമായിട്ട് പിറകെ പോകുന്നത് അമേരിക്കയാണ് എന്നുള്ളത് കൃത്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കുക, അവർക്ക് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അത്രയ്ക്ക്
സ്റ്റേണായിട്ടും ശക്തമായ രീതിയിലും ഉള്ള ഇറാൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിരിക്കുന്ന ഒരു നിലപാടാണ് ഒന്ന്. രണ്ടാമത്തെ ആയുധങ്ങളുടെ വലിയ പ്രവാഹം അവർക്കുണ്ട്. മൂന്നാമത്തത് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഇതെല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഇറാനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് ഈ പുതിയ രീതിയിലുള്ള സംവിധാനത്തിലേക്കാണ് ഇറാൻ മാറുന്നത് എന്നതിനാൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് വർത്തമാന രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ സഹകരണം ചൈനയിലേക്കും റഷ്യയിലേക്കുമുള്ളൊരു പാലമായിട്ട് പോലും ഭാവിയിൽ ഒരുപക്ഷെ സൗദി അറേബ്യ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നു. മാറി മരുന്ന അറേബ്യൻ സാഹചര്യത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ശക്തമായിരിക്കുന്ന ഒരു പിന്തുണ ഉള്ള രാജ്യത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതും എല്ലാ കാലത്തും സൗദി അറേബ്യയുടെ താല്പര്യവും ആഗ്രഹവുമായിരുന്നു. അതിനാൽ ഇറാനുമായിട്ട് ബന്ധം കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഉചിതം. അവരുമായിട്ട് ശത്രുത ഉണ്ടാക്കുന്നതിനേക്കാളേറെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള മെച്ചമുണ്ടാവണമെങ്കിൽ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കണം എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.